നൂതന സാങ്കേതിക വിദ്യയും ആശയങ്ങളും നടപ്പാക്കി വൈവിധ്യവൽക്കരണത്തിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ് കേബിൾ ടിവി മേഖലയെന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ. ഓരോ ബിസിനസ് മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ സൂക്ഷ്മതയോടെ വിലയിരുത്തി വേണം മുന്നോട്ട് പോകാൻ. കേബിൾ ടിവി മേഖലയ്ക്ക് പുറമെ ടൂറിസം മേഖലയ്ക്കും വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ.വി. രാജൻ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം കുതിക്കുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും. പ്രൊഫഷണലിസം എല്ലാ മേഖലയിലും കൊണ്ടുവരികയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സിഒഎ കണ്ണൂർ മേഖലാ സമ്മേളനത്തിലും പ്രൊഫഷണലിസം നിറഞ്ഞു നിന്നു. മേഖലാ പ്രസിഡന്റ് കെ. റിയാസ് പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ കേബിൾ ടി വി മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കഴിഞ്ഞതായി കെ.വി. രാജൻ പറഞ്ഞു. ഈ ഒരു ബിസിനസ് മോഡൽ ഇന്നല്ല വർഷങ്ങളായി ഇന്ത്യയെങ്ങും പ്രകീർത്തിക്കപ്പെടുന്ന ഒരു ബിസിനസ് മോഡലാണ്. അതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും കാലാന്തരത്തിൽ അതിന് ഒരുപാട് രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പേര് മാത്രമേ ഇന്ന് അതേപടി നിലനിൽക്കുന്നുള്ളൂ. നമ്മൾ ഈ സംഘടന രൂപവൽക്കരിക്കുമ്പോൾ 95-96 കാലഘട്ടത്തിലെ കേബിൾ ടി വി എന്തായിരുന്നുവെന്നും നമ്മളുടെ ഓരോരുത്തരുടെയും ബിസിനസ് മോഡലും മാനസികമായ അവസ്ഥയും സാമ്പത്തിക സ്ഥിതിയും ബിസിനസ് രംഗത്ത് നാം നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ സാമാന്യം നല്ല ബോധമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു 30-35 വർഷക്കാലത്തിലധികമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കുറേ പേരെങ്കിലും ഒരു പക്ഷേ ഈ യോഗത്തിലും പങ്കെടുക്കുന്നുണ്ടാകാം. ഏറ്റവും അവസാനം കാലഘട്ടത്തിൽ 4-5 വർഷം മുമ്പേക്ക് കടന്നു വന്ന അങ്ങനെ ആളുകളിലൂടെ ഉണ്ട്. അവർക്കൊരു പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രബോധം ഒരു പക്ഷേ വേണ്ടത്ര പകർന്നു കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയെ തന്നെയാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ നിലനിൽക്കാൻ കഴിയില്ല. ആ മാറ്റം എത്രത്തോളം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. നൂതനമായ ആശയങ്ങൾ കൊണ്ട് മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപഭോക്താക്കളുമായുള്ള ബന്ധമെന്നും കെ.വി. രാജൻ പറഞ്ഞു. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ടൂറിസം പോലുള്ള മേഖലകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച മാറ്റം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നും കെ.വി. രാജൻ പറഞ്ഞു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം കേരളത്തിലുടനീളം നമ്മുടെ ഫൈബർ ആക്സസ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഭാവി ഒട്ടനവധി സാധ്യതകൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ടൂറിസം. നമ്മളത് അതിന് മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ്, പക്ഷേ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം, കേരളത്തിൽ ഇപ്പം ഒന്ന് കൂടുപോലെ എന്താ പറയുക ടൂറിസ്റ്റുകളെ കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും അകത്തും ഒക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു 2 വർഷം മുമ്പ് വരെ അത്തരം സ്ഥാപനങ്ങളുടെ മുഖച്ഛായ വേറൊന്നായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊക്കെ നമ്മുടെ കുട്ടികളെ വിദേശ വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് എനിക്കറിയില്ല. അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നത് ഈ ടൂറിസം കമ്പനികളായി മാറിക്കഴിഞ്ഞു, ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സായി മാറിക്കഴിഞ്ഞു പലരും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കരുത്ത് കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയോടെ മുന്നോട്ടു പോയാൽ എല്ലാ മേഖലയിലെ മത്സരങ്ങളെയും നേരിടാൻ നമുക്ക് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടൂറിസം രംഗത്ത് KTDCയുമായി സഹകരിച്ചുള്ള സംരംഭങ്ങളും അസോസിയേഷൻ ആലോചിക്കുന്നുണ്ട്. നൂതനമായ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വൻകിട കമ്പനികളുമായി മത്സരിക്കാനുള്ള കരുത്ത് കേരള വിഷൻ നേടിയിട്ടുണ്ട്. അവിടെയും പ്രൊഫഷണലിസം തന്നെയാണ് തുണയായതെന്നും കെ.വി. രാജൻ പറഞ്ഞു. സിഒഎ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് കെ. റിയാസ് അധ്യക്ഷത വഹിച്ചു. KM വിപിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി PP മുകുന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K. സുജേഷ് സാമ്പത്തിക റിപ്പോർട്ടും K. സുമേഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ റിപ്പോർട്ട് സെക്രട്ടറി MR രജീഷ് അവതരിപ്പിച്ചു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജേഷ് അച്ചാണ്ടി, KCCL ഡയറക്ടർ അനിൽ മംഗലത്ത്,
സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ, വി ജയകൃഷ്ണൻ, എൻ കെ ദിനേശൻ, ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ, KCCL ഡയറക്ടർ കെ പ്രദീപൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KP ദേവാനന്ദ്, ജോയിന്റ് സെക്രട്ടറി VV മനോജ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ, കണ്ണൂർ വിഷൻ PDIC MD M വിനീഷ് കുമാർ, KTS MD KV വിനയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിൽസൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.